ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ജസ്റ്റ് ഗൈഡൻസ് എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളിൽ ബിസിയാണ്. ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ടായി, അപ്പോൾ അതിൻ്റെയൊക്കെയാണ് കുറച്ച് തിരക്കുകളുണ്ട്. സോ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഗൈഡൻസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഫെർട്ടിലിറ്റി കാണുന്നുണ്ട്, വെരി നൈസ്. ഓക്കെ, ട്രാവൽ കുറച്ച് പേർക്ക്. ഓക്കെ, ബ്യൂട്ടി, willpower, financial health and talent. Okay. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഫ്രണ്ട്ഷിപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നല്ല ഫ്രണ്ട്ഷിപ്സ് വരുന്ന കാര്യമായിരിക്കാം. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട്ഷിപ്സ് നിങ്ങൾക്ക് നല്ല സപ്പോർട്ടായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ആൻഡ് മേ ബി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. മേ ബി കറങ്ങാൻ പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരുന്ന രീതിയിൽ മേ ബി അവരുമായിട്ട് നിങ്ങളൊക്കെ സെലിബ്രേഷൻ വരുന്ന ഒരു എനർജി ഉണ്ട്. ഇവിടെ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ അവരോട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫെർട്ടിലിറ്റി കാണുന്നുണ്ട്. ഫെർട്ടിലിറ്റി പറയുമ്പോൾ കുറച്ച് പേർക്ക് ഇവിടെ പ്രഗ്നൻസി ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ മാരേജ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാരേജ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ കാര്യമുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് ഫസ്റ്റ് തന്നെ വന്നു. സോ യെസ്, ഇത് കുറച്ച് പേർക്ക് നിങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാതൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ യെസ് നടക്കും എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള സാധ്യത ഉണ്ട്, ശ്രമിച്ചാൽ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് എത്രയും വേഗം മേ ബി ഒരു പ്രഗ്നൻസി വരുന്ന കാര്യമായിരിക്കാം. ആൻഡ് ഓക്കെ, ഇത് നമ്മൾ വേറെ രീതിയിൽ എടുക്കുമ്പോൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തും ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്രിയേറ്റീവ് കഴിവുകളുണ്ട്, നിങ്ങൾ അതിനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനായാലും നിങ്ങളുടെ ടാലൻസ് ഉണ്ട്, കഴിവുകളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ക്രിയേറ്റ് ചെയ്യാനും, നിങ്ങൾക്കൊരു മറ്റുള്ളവർക്കായാലും സഹായം എന്നല്ല, മറ്റുള്ളവരെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു കെയറിങ് കൊടുക്കുന്ന കഴിവുണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ ചുറ്റും ഒരു ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ചുറ്റും ഒരു അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക. ഫൈനാൻഷ്യലി ആവാം, ഓക്കെ, അല്ലെങ്കിൽ ബിസിനസ് ഗ്രോത്ത് ആയിരിക്കാം, കരിയർ ഗ്രോത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ലൈഫ്, നിങ്ങളുടെ ഓവറോൾ ഫാമിലി, വീട്, കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് നല്ല രീതിക്ക് അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത്. സോ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം മേ ബി. സോ അതൊക്കെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും ന്യൂ വെഞ്ചർ, നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ന്യൂ ജോബ് ജോയിൻ ചെയ്യുന്നു, പഠിക്കാൻ ചേരുന്നു, അല്ലെങ്കിൽ ന്യൂ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ഫൈനാൻഷ്യലി കൂടി നിങ്ങൾക്ക് അബണ്ടൻസ് കൊണ്ടുവരാനുള്ള സാധ്യതയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ അഗൈൻ ആക്ച്വലി ഇവിടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് കൂടി ഉണ്ട്. യെസ് തീർച്ചയായിട്ടും ഇത് രണ്ടും, ഇതിലും ഒരു മരമാണ് ഇതിലും ഒരു മരമാണ്. സോ യെസ്, തീർച്ചയായിട്ടും ഇവിടെ ഫൈനാൻഷ്യൽ ഗ്രോത്തിൻ്റെ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ആക്ച്വലി ടാലൻറ്റ് കൂടി ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബെനിഫിറ്റ് വരും എന്നാണ് പറയുന്നത്. സോ അത് യൂസ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ കഴിവുകളുണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലും തരത്തിൽ വേറെ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഏർണിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. ഫൈനാൻഷ്യൽ ബെറ്റർമെൻ്റ് ആണ് എനിക്ക് കാണുന്നത്. കരിയറിൽ ഗ്രോത്ത്, ബിസിനസ്സിൽ ഗ്രോത്ത്, ഓവറോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്കൊരു ഗ്രോത്തിൻ്റെ ഒരു പീരീഡാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അതെല്ലാം നമുക്ക് കണക്റ്റഡ് ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, കാരണം ഒരു ലേഡി എനർജി, ഒരു എംപ്രസ് എനർജി എന്നുള്ള രീതിയിലാണ് ഫെർട്ടിലിറ്റി കണക്കാക്കാൻ പറ്റുക. നമുക്ക് എംപ്രസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഗ്രോത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. സോ എവിടെയോ എല്ലാം നിങ്ങളുടെ കഴിവുകളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലത് എന്തെങ്കിലുമൊക്കെ ഏർണിങ്ങിനൊക്കെ ഉള്ള വഴിയുണ്ട്. ഫൈനാൻഷ്യൽ നിങ്ങൾക്ക് എന്തെങ്കിലും, ലേഡീസിനാണ് ഇത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, ജെൻസിനായാലും ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. കരിയർ ഗ്രോത്ത് ഒക്കെ ആയിരിക്കാം, നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഗ്രോത്ത് തീർച്ചയായിട്ടും കാണും. കുറച്ച് പേർക്ക് ഇവിടെ ട്രാവൽ ഉണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ട്രാവൽ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കും. നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. നിങ്ങളുടെ കരിയറിന് വേണ്ടി ട്രാവൽ ആയിരിക്കാം, ജോലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയും മാറിപ്പോവുക. ഓക്കെ, ഇവിടെ കടലാണ് കാണുന്നത്, കൂടുതലും ഷിപ്പ്, ബോട്ടാണ്. സോ കുറച്ച് കടൽ കടന്നു പോകുന്ന രീതിക്കുള്ള കാര്യമാണ് കാണുന്നത്. സോ എവിടെയെങ്കിലും നിങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ട്രാവലിങ്ങിനുള്ള സാധ്യത വളരെ ഹൈ ആണ്. കുറച്ച് പേർക്ക് ജസ്റ്റ് ട്രാവലിംഗ് ഇഷ്ടമാണെങ്കിൽ അതിന് എവിടെയെങ്കിലും യാത്ര പോകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അത് അല്ലെങ്കിൽ നമുക്ക് ലൈഫ് ജേർണി എന്നുള്ള രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ ലൈഫിൽ മൂവ് ഓൺ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രീതിയിലൊരു എനർജി ഉണ്ട് ഇവിടെ ബ്യൂട്ടി ഉണ്ട്. സോ നിങ്ങളുടെ ബ്യൂട്ടിയിലേക്ക് നിങ്ങളൊരു ശ്രദ്ധയൊക്കെ കൊടുക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾ അവനവനെ കെയർ ചെയ്യുന്ന പോലെ, അതിപ്പോൾ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭംഗി മാത്രം ആവണമെന്നില്ല. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ
ലൈക്ക് ഫുഡ് കാര്യങ്ങൾ, നിങ്ങൾ യോഗ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ തന്നെ കെയർ ചെയ്യുന്ന പോലെയാണ്. നിങ്ങളുടെ ഒരു ആരോഗ്യം, മെൻ്റൽ ഹെൽത്ത് ആവാം, ഫിസിക്കൽ ഹെൽത്ത് ആവാം, രണ്ടും ആവാം. ഓക്കെ, ആ രണ്ട് രീതി, എല്ലാ രീതിയിലും നിങ്ങൾ അവനവനെ നിങ്ങളുടെ ഒരു ഓറ കുറച്ചുകൂടി കൂടുന്ന പോലെ പറയാം നമുക്കിവിടെ. ഓക്കെ, നിങ്ങളെ തന്നെ ആക്ച്വലി നിങ്ങൾ സെൽഫ് റെസ്പെക്ട് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ തന്നെ വാല്യൂ തിരിച്ചറിയുന്നതായിരിക്കാം. കാരണം ഇവിടെ മിറർ നോക്കിയിരിക്കുകയാണ്. ഓക്കെ, മിറർ നോക്കിയിരുന്ന് നമ്മൾ സ്വയം അവനവനെ അഡ്മയർ ചെയ്യുന്ന പോലെയാണ്. സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒരു തിരിച്ചറിഞ്ഞ് നിങ്ങളെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഭംഗിയിലേക്ക് കുറച്ച് പേര് മേ ബി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലുക്ക് തന്നെ ഒന്ന് മാറ്റാൻ ശ്രമിക്കും, നിങ്ങൾ അങ്ങനെ ആവാം. ഓക്കെ, കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഹെൽത്ത് വൈസ് ആയാലും ഈവൻ ഇമോഷണലി നിങ്ങൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുന്നുണ്ടാവും. നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിനും ആരോഗ്യത്തിനും സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അവനവനെ കെയർ ചെയ്യുക, മെയിൻലി അതാണ് അല്ലേ. സെൽഫ് കെയർ, സെൽഫ് വർത്ത് മനസ്സിലാക്കുക, സെൽഫ് വാല്യൂ മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. വിൽ പവർ കാണുന്നുണ്ട്. സോ നിങ്ങളുടെ വിൽ പവർ യൂസ് ചെയ്ത്, നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ആ ഒരു ശക്തി യൂസ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യൂ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ വിൽ പവർ യൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. യു ഹാവ് ദ സ്ട്രെങ്ത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. അഗെയിൻ എനിക്കിവിടെ കുറേ 2 കാർഡ്സ് ഡാൻസും ടാലൻറ്റിൻ്റെ ഒരു എനർജി വരുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഡാൻസോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ, ഡാൻസ് ആവാം, ജിംനാസ്റ്റിക്സ് ആവാം, യോഗ ആവാം, സംതിങ്. ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സോ ഡീറ്റെയിൽസ് ആൻഡ് പോസിറ്റിവിറ്റി. ഓക്കെ, ഫ്രണ്ട്. ഓക്കെ, ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു, ഫ്രണ്ട്ഷിപ്പും ഉണ്ട്, ഫ്രണ്ടും ഉണ്ട്. ഐ തിങ്ക് ഇത് കുറച്ച് സംഭവം സിമിലർ കാർഡ്സ് വന്നു. ഞാനിപ്പോൾ ഷഫിൾ ചെയ്തിട്ടല്ലേ എടുത്ത്. ഡെസ്റ്റിനി, വർക്ക്. ഓക്കെ, ബ്രീത്ത് എന്ന് പറയുന്നത് അഗൈൻ യോഗ, മെഡിറ്റേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സസൈസ്, നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളെ തന്നെ ശാന്തമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് ഡീറ്റെയിൽസ് നോക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എല്ലാ ഡീറ്റെയിൽസും ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കൂ. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ നോക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഓരോന്നും നിങ്ങളിപ്പോൾ എന്തെങ്കിലും പേപ്പർ വർക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ സൈൻ ചെയ്യുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് സൈനപ്പ് ചെയ്യുക. ഓക്കെ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട്, ഈവൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നു, ചെയ്യാൻ പോകുന്നു, എന്ത് തന്നെ ഉണ്ടെങ്കിലും ഓക്കെ, എല്ലാ കാര്യങ്ങളും നല്ലോണം മനസ്സിലാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് ചെയ്യൂ, ഹാൻഡിൽ ചെയ്യൂ. ഓക്കെ, ആൻഡ് പോസിറ്റിവിറ്റി വെക്കാൻ പറയുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്നത് ബി പോസിറ്റീവ്. ഓക്കെ, ബി പോസിറ്റീവ്, ബി ഹാപ്പി, ബി സ്ട്രോങ്, ബി കോൺഫിഡൻറ്റ്. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് ഓക്കെ അത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ ഫ്രണ്ട് ഉണ്ട്, അഗെയിൻ ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. സോ ഫ്രണ്ട്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്നുമില്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഉള്ള ഫ്രണ്ട്സുമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും സെലിബ്രേഷൻ എനർജി ഒക്കെ യെല്ലോ, ഇവിടെയും കുറച്ച് ആ സെലിബ്രേഷൻ എനർജി ഉണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ട്. സോ മേ ബി നിങ്ങൾക്ക് ആരുടെയെങ്കിലും സപ്പോർട്ടൊക്കെ ഉണ്ടാവാം. ഓക്കെ, ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്സ് എന്ന രീതിക്ക് എടുക്കാം. നിങ്ങളുടെ ലൈഫിൽ അതൊരു സന്തോഷം നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ഡെസ്റ്റിനി. സോ യെസ്, ഇവിടെ നിങ്ങളുടെ നമ്മൾ പറയില്ലേ വിധി, നിങ്ങൾക്ക് വേണ്ടി നല്ലതാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഗ്ലോബാണ്. സോ യെസ്, നിങ്ങൾക്ക് ഒരു ഉയരാനുള്ള സാധ്യത, നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യത, ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക, ജോലിയിൽ എക്സ്പാൻഡ് ആവുക, നിങ്ങൾ ഒരു കുറച്ചുകൂടി കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുക, അബണ്ടൻസ് വരുന്ന രീതിക്ക് നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. സോ നിങ്ങൾക്കൊരു ഗ്രോത്തിൻ്റെ ഒരു എനർജി ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അഗൈൻ ട്രാവൽ എനർജി, അഗൈൻ അബ്രോഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ യെസ്, അതുകൂടി ഇവിടെ പോസിബിൾ ആണ്. ആൻഡ് ഇവിടെ വർക്ക്, യെസ്, നിങ്ങളുടെ വർക്കിന് നിങ്ങൾ റിസൾട്ട് കിട്ടും എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നു. ജോലി കിട്ടുന്ന കാര്യമായിരിക്കാം, ഓൾറെഡി ഉള്ള ജോലിയിലും ചിലപ്പോൾ എന്തെങ്കിലും ബെറ്റർമെൻ്റ് ആയിരിക്കാം കാണുന്നത്. ഓക്കെ, സോ ഇവിടെ ഓവറോൾ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ മാറ്റം, ഇപ്പോൾ മെയിൻലി വരുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ ആൻഡ് നിങ്ങളുടെ ഹെൽത്ത്, ഫൈനാൻഷ്യൽ ആൻഡ് ഹെൽത്ത് ആണ് എനിക്ക് ഏറ്റവും അധികം ഫീൽ ചെയ്യുന്നത്. ആൻഡ് കുറച്ച് പേർക്ക് ഫ്രണ്ട്ഷിപ്സിൻ്റെ കാര്യങ്ങളും ഉണ്ട്. സോ യെസ്, ഇതൊക്കെയാണ് ഇപ്പോൾ മെയിൻ ഫോക്കസ് നമുക്ക് കുറച്ച് ദിവസത്തേക്കുള്ള എനർജിയിൽ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.